മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, മറ്റൊരു ദിവസം കൂടെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായി ഇന്നേ ദിവസത്തിലേക്ക് കർത്താവ് നമ്മളെ വിളിച്ചു, അനുഗ്രഹിച്ചു. ഒരു പുതിയ പ്രത്യാശയും പുതിയ ചൈതന്യവും പുതിയ ഉണർവും നൽകി ഇന്നേ ദിവസം കർത്താവ് നമ്മെ അനുഗ്രഹിക്കുക. അപ്പോൾ എല്ലാവരെയും പ്രത്യേകമായി പ്രഭാത വിരുന്ന് എന്നീ ശുശ്രൂഷയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥതയിൽ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഈ ശുശ്രൂഷയിലൂടെ ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിക്കുവാനും നൽകപ്പെടുവാനുമായി നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പലവിധ ജീവിത പ്രശ്നങ്ങളിൽപ്പെട്ട് പരിഹരിക്കുവാൻ സാധിക്കാത്ത വിധത്തിൽ വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനേക മക്കളെ നമുക്ക് ഓർക്കാം. ഇന്നേ ദിവസം അവരുടെ എല്ലാം നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അത്തരം പ്രശ്നങ്ങളിൽ വേദന അനുഭവിക്കുന്ന എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ എന്ന് ഇന്ന് പ്രത്യേകം ഈ ശുശ്രൂഷയിൽ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥം നമുക്ക് യാചിക്കാം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മെ എല്ലാവരെയും സമർപ്പിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹങ്ങൾക്കായി നമ്മെ തന്നെ സമർപ്പിക്കാം. പരിശുദ്ധാത്മാവായ ദൈവം നന്മയെ സ്വീകരിക്കുവാൻ, ദൈവകൃപയോട് ചേർന്ന് നിൽക്കുവാൻ നമ്മെ ശക്തിപ്പെടുത്തുകയും അഭിഷേകം ചെയ്യുകയും ചെയ്യുന്നത്. ആ ഒരു ബോധ്യത്തോടെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. തിരുവചനത്തിന് നിറവ് നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവായ ദൈവമേ, വചനം സ്വീകരിക്കുവാൻ തക്കവിധം എന്നെ ഒരുക്കണമേ, വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് പ്രാർത്ഥിച്ച് തിരുവചനം സ്വീകരിക്കുവാനായി നമുക്കൊരുങ്ങാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം, വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 31-ാം തിരുവചനം. റോമ 8:31. ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത്? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആരു നമുക്ക് എതിര് നിൽക്കും? ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത്? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മോടൊത്തുണ്ട് എങ്കിൽ ഈ ലോകത്തിൽ യാതൊരു തരത്തിലുള്ള പരാജയവും നമ്മെ അലട്ടുകയില്ല എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുക. ഇതിനെക്കുറിച്ചെല്ലാം നാം എന്താണ് പറയേണ്ടത്?
ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആരു നമുക്ക് എതിര് നിൽക്കും? പലപ്പോഴും പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ, ആകുലതയോടെ കടന്നു പോകുമ്പോൾ, തകർച്ചകളിലൂടെ കടന്നു പോകുമ്പോൾ, പരാജയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ വചനമാണ് നമ്മെ ശക്തിപ്പെടുത്തേണ്ടത്. ദൈവം എൻ്റെ പക്ഷത്തെങ്കിൽ ആര് എനിക്കെതിര് നിൽക്കും? ഇതിനെക്കുറിച്ച്, ഈ പ്രതിസന്ധിയെക്കുറിച്ച്, ഈ രോഗപീഠയെക്കുറിച്ച്, ഈ പരാജയത്തെക്കുറിച്ച്, ഈ അപമാനത്തെക്കുറിച്ച്, ഇതിനെക്കുറിച്ച് ഞാൻ എന്താണ് പറയേണ്ടത്? മറ്റൊന്നുമല്ല, ദൈവം എൻ്റെ പക്ഷത്തെങ്കിൽ ആര് എനിക്ക് എതിര് നിൽക്കും? കർത്താവ് നമ്മോടൊത്തുണ്ടെങ്കിൽ ഈ ലോകത്തിൽ ഒന്നിനും നമ്മെ എതിർക്കുവാനോ തോൽപ്പിക്കുവാനോ സാധിക്കുകയില്ല. കാരണം കർത്താവാണ് നമ്മുടെ സംരക്ഷകൻ, കർത്താവാണ് നമ്മെ നയിക്കുന്നത്, കർത്താവാണ് നമ്മുടെ ജീവിതത്തെ ഏറ്റെടുക്കുന്നത്. ഈ ഒരു ബോധ്യമാണ് നമ്മൾക്ക് വേണ്ടത്. ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മെ മുൻപോട്ട് നയിക്കേണ്ടതും ഈ തിരുവചനത്തിൻ്റെ ബോധ്യമാണ്. എൻ്റെ ദൈവം എന്നോടൊത്തുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതിനെക്കുറിച്ച് പരിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ വളരെ മനോഹരമായി ഈ ഒരു സംഭവത്തെ നമുക്ക് കണ്ടുമുട്ടാനായിട്ട് സാധിക്കും. ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ വാഗ്ദാനം ചെയ്യപ്പെട്ട കാനാൻ ദേശത്തേക്ക് ദൈവം അവരെ കൊണ്ടുപോകും എന്ന പ്രതീക്ഷയിൽ ജീവിച്ചവരായിരുന്നു. അവർ നിലവിളിച്ചു പ്രാർത്ഥിച്ചു. അവരുടെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തി എന്നാണ് തിരുവചനം പറയുന്നത്. അവരുടെ തകർച്ചകൾ, വേദനകൾ, നിരാശ, അവരുടെ ജീവിതത്തിൽ കടന്നു വന്ന അടിമത്തങ്ങൾ, ഇതെല്ലാം കണ്ടുകൊണ്ട് ദൈവം അവരെ മോചിപ്പിക്കുവാനായി തീരുമാനിക്കുക. മനുഷ്യൻ്റെ വേദനകൾ കണ്ട് മനുഷ്യൻ്റെ വേദനകളിലേക്ക് ഇറങ്ങി വന്ന് ആ മേഖലകളെ ഏറ്റെടുക്കുവാനായി ദൈവം ഒരുങ്ങുകയാണ്. അങ്ങനെയാണ് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നാം കാണുന്നത്. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്നും പുറപ്പെടുകയാണ്. ഒരു പുറപ്പാടാണത്. അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു പുറപ്പാട്. അവിടെ അവരെ നയിക്കുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയല്ല, മറിച്ച് ദൈവം തന്നെയാണ്. ദൈവം തന്നെ ഇറങ്ങി വന്ന് അവരെ നയിക്കുകയാണ്. ചില വ്യക്തികളെ അവർക്ക് മുൻപേ നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവരെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവമാണ്. ദൈവത്തെ നോക്കി അവർ യാത്ര പുറപ്പെട്ടു. അങ്ങനെ യാത്ര പുറപ്പെട്ട് കുറേ കഴിയുമ്പോഴേക്കും അവർ ചെങ്കടലിൻ്റെ അടുത്തെത്തുകയാണ്. ദൈവത്തെ നോക്കി മുൻപോട്ട് പോയ മനുഷ്യൻ കടലിനെ നോക്കാൻ തുടങ്ങിയപ്പോൾ അവരിൽ ഭയമുളവായി. അവർ തങ്ങളുടെ ജീവിതം നശിച്ചു എന്ന് ചിന്തിക്കുക. മുൻപിൽ കടൽ, പുറകിൽ സൈന്യം, ഫറവോയുടെ സൈന്യം ഇരച്ചു വന്നുകൊണ്ടിരിക്കുന്നു. ആർത്തട്ടഹസിക്കും വിധത്തിൽ കടലിൻ്റെ തിരമാലകൾ അവരുടെ മുൻപിൽ ഉയർന്നു നിൽക്കുകയാണ്. അവർ ആകുലതയിൽ, വേദനയിൽ, നിരാശയിൽ ജീവിതം തകർന്നു എന്ന് ചിന്തിച്ച് മുൻപോട്ട് പോകാനാവാതെ, പുറകോട്ട് തിരിഞ്ഞോടുവാൻ സാധിക്കാതെ പ്രതിസന്ധിയിൽ ആയിരിക്കുന്ന സമയം ദൈവത്തിൻ്റെ കരങ്ങൾ അവിടെ പ്രവർത്തിക്കുക. ദൈവം പറയുകയാണ്, മോശേ, നീ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന ആ വടിയെടുത്ത് ഈ സമുദ്രത്തിൽ നിൻ്റെ വിശ്വാസം നീ പ്രഖ്യാപിക്കണം. അതാണ് ദൈവം അവനോട് പറയുന്ന ഒരു കാര്യം. അവൻ നൽകപ്പെട്ട അധികാരത്താൽ അപ്രകാരം ചെയ്തപ്പോൾ ആ ജനത്തിനു മുഴുവനും സ്വാതന്ത്ര്യത്തിനൊരു മാർഗം അവിടെ തുറന്നു കിട്ടുകയാണ് ചെയ്യുന്നത്. അടിമത്തത്തിൽ കഴിഞ്ഞ ജനം, പ്രത്യാശ നശിച്ച ജനം ഒരു വ്യക്തിയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കുക. അത് നമ്മൾ കാണുന്നുണ്ട്. ആ ജലമെല്ലാം രണ്ട് സൈഡിലേക്ക് ഒതുങ്ങി ഒരു വലിയ വഴിയായി മാറുകയാണ്. അവിടെ വരണ്ട ഭൂമിയിലൂടെ അവർ യാത്ര തുടർന്നു എന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവം ശക്തമായി ഇടപെടുന്ന മേഖലകളാണിതെല്ലാം. തിരുവചനം അത് തന്നെയാണല്ലോ പറഞ്ഞത്. കർത്താവ് നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിര് നിൽക്കും? ആർക്ക് നമ്മെ തോൽപ്പിക്കാനാവും? ഈ ലോകത്തിലെ ഒന്നും നമ്മെ തോൽപ്പിക്കാനാവുന്നതല്ല. ഈ ലോകത്തിലെ ആരും നമ്മെ പരാജയപ്പെടുത്തില്ല. കാരണം എനിക്ക് വേണ്ടി പോരാടുന്ന, എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന, എന്നോടൊത്ത് ചേർന്ന് നിൽക്കുന്ന എൻ്റെ ദൈവമുണ്ട് എന്ന ബോധ്യം.
അത് നമ്മെ പ്രത്യാശയിലേക്ക് നയിക്കുന്നതാണ്, സന്തോഷത്തിലേക്ക് നയിക്കുന്നതാണ്, കൃപയിലേക്ക് നയിക്കുന്നതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം ആകുലതകളിൽപ്പെട്ട് നിരാശയിലായിരിക്കുമ്പോൾ, എല്ലാം തകർന്നു എന്ന് ചിന്തിക്കുമ്പോൾ നാം നോക്കേണ്ടത് യേശുവിലേക്കാണ്, ദൈവത്തിലേക്കാണ്, നമ്മളെ വിളിച്ചവനിലേക്കാണ്, പുറത്തു കൊണ്ടുവന്നവനിലേക്കാണ്, നമുക്ക് ജീവൻ നൽകിയവനിലേക്കാണ്. അവൻ നമ്മെ നയിച്ചുകൊണ്ടേയിരിക്കും. നാം അവൻ്റെ പിന്നാലെ യാത്ര ചെയ്താൽ മതി. നാം അവൻ്റെ പിന്നാലെ യാത്ര ചെയ്താൽ മതി. അവിടെ അവൻ്റെ കരങ്ങൾ നമ്മെ താങ്ങി നിർത്തും. എത്രയേറെ പ്രതിസന്ധികളാണെങ്കിലും ആ പ്രതിസന്ധികളിലൂടെ നമ്മെ നയിച്ച് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വർഷിക്കുവാൻ കഴിയുന്ന ദൈവം നമുക്കുണ്ട്. ഈ ഒരു ബോധ്യത്തോടെ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം, പൂർണ്ണമായും കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം, കരങ്ങൾ കൂപ്പി പൂർണ്ണമായും നമ്മുടെ ജീവിതങ്ങളെ ഈശോയ്ക്ക് സമർപ്പിക്കാം. ഈ പ്രഭാതത്തിൽ ഈശോയെ, ഞങ്ങളുടെ മനസ്സിൽ കടന്നു വരുന്ന ആകുലതകളും ഇന്നിൻ്റെ വേദനകളും നൊമ്പരങ്ങളും എല്ലാം സമർപ്പിക്കുന്നു, പരാജയങ്ങൾ സമർപ്പിക്കുന്നു. ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒരു പുതു വെളിച്ചം, ബുദ്ധി, ചൈതന്യം, ധൈര്യം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി ഇന്നേ ദിവസം പലതര ജീവിത പ്രശ്നങ്ങളിൽപ്പെട്ട് ആകുലതയിലും നിരാശയിലുമായിരിക്കുന്ന അനേകരെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ എല്ലാം ജീവിത മേഖലകളിൽ, പരാജയങ്ങളിൽ, ദുഃഖങ്ങളിൽ, നിരാശയിൽ കർത്താവെ ശക്തമായി ഇടപെട്ട് അവരെ അങ്ങ് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിത മേഖലകളെയും കുടുംബത്തെയും എല്ലാം സമർപ്പിക്കാം. വിശ്വാസത്തിൽ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട് എന്ന ബോധ്യത്തോടെ ജീവിക്കുവാൻ കൃപ ചൊരിയണമേ. പൂർണ്ണമായും വിശ്വാസത്തോടെ സമർപ്പിച്ച് ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമുക്കൊരുങ്ങാം. ഇന്നേ ദിവസം പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുമ്പോൾ മരിയം കൂടാരങ്ങളിലായിരുന്ന് നമുക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കുന്നവരെ ഓർക്കാം. ഗുഡ്നസ് ചാനലിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ശുശ്രൂഷകളെല്ലാം സമർപ്പിക്കാം. ഡിവൈൻ ധ്യാന കേന്ദ്രത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. അനേകരിൽ പുതുവെളിച്ചം നൽകുവാൻ തക്കവിധം അനുഗ്രഹം വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് എല്ലാ വിശുദ്ധരെയും വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ മധ്യസ്ഥതയിൽ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് യൗസേപ്പിതാവിൻ്റെ മധ്യസ്ഥം യാചിക്കാം. സകല വിശുദ്ധരുടെയും മധ്യസ്ഥം യാചിക്കാം. ഇടവക വിശുദ്ധൻ്റെ പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനാ സഹായം നമുക്ക് യാചിക്കാം. എല്ലാ മാലാഖമാരോടും കാവൽ മാലാഖമാരുടെയും പ്രത്യേകമായിട്ടുള്ള സംരക്ഷണം നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം, അപേക്ഷിക്കാം. എല്ലാവരോടും ചേർന്ന് എല്ലാവരുടെ പ്രാർത്ഥനാ സഹായവും സ്വീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദത്തിനായിട്ട് നമുക്കിപ്പോൾ ഒരുങ്ങാം.
ആത്മഗതങ്ങൾ ഹൃദയം നുറുങ്ങി ഞാൻ പാടിടുന്നു. കേൾക്കുന്നുവോ എൻ ആത്മഗതങ്ങൾ? കനലാകും നെഞ്ചിൽ തീയണയ്ക്കാനാ. ഒരു വട്ടം കൂടിയൻ ചാരിയണയുമോ തളരുമെന്നാത്മാവിൽ ഉയിരാകുവാൻ. ഒരു വട്ടം കൂടിയൻ ചാരിയണയുമോ തളരുമെന്നാത്മാവിൽ ഉയിരാകുവാൻ. ഒരു വട്ടം കൂടി വിളക്കായി തെളിയുമോ രാവുണരും ആത്മാവിൻ ഇരുളകറ്റാൻ. കനലാകും നെഞ്ചിൽ തീയണയ്ക്കാനായി പ്രിയനേശുനാഥ നീ അരികിലെത്തുമോ? എന്നപരാധങ്ങൾ നീ പൊറുത്തിടണേ, പാപകടങ്ങൾ നീ മായ്ച്ചിടണേ. എന്നപരാധങ്ങൾ നീ പൊറുത്തിടണേ, പാപകടങ്ങൾ നീ മായ്ച്ചിടണേ. നീയല്ലാതൊരു ദൈവം ഈ ഭൂവിലില്ല, ക്ഷമിക്കുവാനും എന്നെ സ്നേഹിക്കുവാനും. കനലാകും നെഞ്ചിൽ തീയണയ്ക്കാനായി പ്രിയനേശുനാഥ നീ അരികിലെത്തുമോ? ഹൃദയം നുറുങ്ങി ഞാൻ പാടിടുന്നു. കേൾക്കുന്നുവോ എൻ ആത്മഗതങ്ങൾ? കനലാകും നെഞ്ചിൽ തീയണയ്ക്കാനായി പ്രിയനേശുനാഥ നീ അരികിലെത്തുമോ? തിരുസഭയോട് ചേർന്ന് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ മാർപ്പാപ്പയോടും കർദിനാളന്മാരോടും മെത്രാന്മാരോടും സമർപ്പിതരോടും സന്യസ്തരോടും എല്ലാ വൈദികരോടും ആത്മായരോടും ദൈവജനത്തോടും ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നമ്മെല്ലാവർക്കും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും സന്തോഷത്തിൻ്റെ ഒരു ദിവസം ആശംസിക്കുന്നു.